വീടിൻ്റെ മുകളിൽ ഓടിൻ്റെ മുകളിൽ ഒരു ഓലമടൽ വന്ന് വീണു. കുറച്ച് അകലിൽ നിൽക്കുന്ന ഒരു തെങ്ങാണ്. അതിൻ്റെ ഓല കാറ്റിന് പറന്നിട്ട് നമ്മുടെ ഓടിൻ്റെ മുകളിൽ വീണു. ഇപ്പം ഈ മടൽ വീണിട്ട് ഓട് വല്ലതും പോയിണ്ടോയെന്ന് അറിയില്ല. ഇനി ചോരണ സെറ്റപ്പാണോന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ഓട് പൊട്ടിയിട്ടുണ്ട്, പക്ഷേ ചോർച്ച വരാനുള്ള സാധ്യതയില്ല. കാരണം ചുമരിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമാണ് പൊട്ടിയിട്ടുള്ളത്. ഈ ഓടിട്ട വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, ഇതുപോലെ എന്തെങ്കിലും വീണാൽ അത് പൊട്ടും. ഒരു കാറ്റ് വീശിൻ്റെ ചിലപ്പോൾ ഓട് നീങ്ങും. മഴ പെയ്താൽ ചോർച്ച. ഇവിടെ നിങ്ങൾക്ക് കാണാം ചോർച്ചയ്ക്ക് വെച്ചിട്ടുള്ള ഇതൊക്കെ ചോർച്ച വരുമ്പോൾ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് വെക്കുന്ന സാധനങ്ങളാണ്. ലൈറ്റിങ് കമ്പനിയിലാക്കും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. താഴത്ത് പോയിട്ട് അതിൻ്റെ തല പിടിച്ച് വലിച്ചെങ്കിൽ പോകുന്നു. കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു. ചിലപ്പോൾ ഇനി ഓടൊക്കെ കൂടി ഇങ്ങനെ പോരുമെന്ന് അറിയില്ല. നോക്കാൻ പോകുന്നു. ഇതിൻ്റെ ഇത്രയും ദൂരത്ത് നിൽക്കണ തെങ്ങാണ് കേട്ടോ. അതിൻ്റെ പട്ടയാണ് ഇവിടെ വന്ന് വീണിട്ടുള്ളത്. ആ റോഡ് പൊട്ടിയുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല. അത് ഈ ചുമരിൻ്റെ പുറത്തേക്ക് ആയതുകൊണ്ടേ അകത്തേക്ക് അങ്ങനെ വെള്ളം വരില്ല. നമ്മുടെ കയ്യിൽ പഴയ കുറേ ഓടുകൾ ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ട് റോബസ്റ്റ കൊലയാട്ടോ. അത് രണ്ടും റോബസ്റ്റ. ഒന്നുകൂടി മൂക്കാണ്ട്. ആ അതുപോലെ തന്നെ. അതതിൻ്റെ ഡിസൈൻ അങ്ങനെയാ. ആ മതി മതി. ആ അതുകൊണ്ട് എത്തോ നോക്കാം. അതെ ഒരെണ്ണല്ല മൂന്നെണ്ണം പൊട്ടിയുണ്ട്. ആ ആ ആ രണ്ടെണ്ണം കൂടി വേണം. ഓടി പോയിട്ട് പോരെ പോയിട്ട് പോരെ. അങ്ങനെ മാർക്ക് വിട്ടോ, കോണി വിട്ടോ. അത് മേടിച്ചു. ഓട് മാത്രമേ കുഴപ്പമുള്ളൂ, ഉള്ളിൽ നിന്ന് മാറ്റാം അല്ലേ? ആ ആ ആ എൻ്റെ അഭ്യാസമൊക്കെ കണ്ടിട്ടേ നമ്മുടെ വാസുചേട്ടനാണ് ഐഡിയ തന്നത്. ഉള്ളിൽ നിന്ന് മാറ്റിയാൽ മതി, അത് എളുപ്പം. മൂപ്പർക്ക് ഈ വക പണികളൊക്കെ നല്ല വശമുള്ള ഒരാളാണ്. അപ്പം ശരിയാണ്, ഉള്ളിൽ നിന്ന് കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇരുന്നോട്ടെ, ഓടെടുത്തു. ഉള്ളിൽ നിന്ന് മാറ്റാനാ
ഉള്ളിന്ന് മാറ്റാന്ന് പറയാ. ആ അത് വാസേട്ടൻ്റെ ഐഡിയ. ഒരു ഓട് ഇങ്ങനെ എടുത്താലേ സുഖമായിട്ട് മാറ്റാം. നോക്കട്ടെ. വീണ്ടും മോളിപ്പോ നിസ്സാരം. അയ്യാ അല്ലാതെ അയ്യാ 3 അയ്യാ. ആ ഒരു നേരത്തെ കൊണ്ടുവന്നിട്ടില്ല. ആ ശരി. ആ വേണ്ട വേണ്ട, ഞാൻ നോക്കിക്കോണ്ട്. അങ്ങനെ ഒരു വിധം നമ്മൾ വിചാരിച്ചത്ര എളുപ്പമല്ല കേട്ടോ. ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട്. പക്ഷെ സാധനം ശരിയായി. പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കയ്യൊന്നും കിടക്കണില്ല. ഒരുവിധ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത മഴ പെയ്യുമ്പോൾ അറിയാം നമ്മൾ വെച്ചത് കറക്റ്റാണോ അതോ ചോർച്ചയുണ്ടോ, അതപ്പോൾ നോക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.